തൊട്ടടുത്ത് തന്നെ ബെവറേജ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് മദ്യം വാങ്ങി ഇവിടെ വന്നിരുന്ന മദ്യപിക്കുക പതിവാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരാളായിരിക്കണം ഇയാൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷഫീദ് റാവുത്തർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, ഇതിലിപ്പോൾ ഫയർഫോഴ്സ് സംഘത്തിന്റെ ഇടപെടൽ അത് തീർച്ചയായും നിർണായകമായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ മദ്യലഹരിയിലാണെങ്കിൽ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു അല്ലേ? ഷഫീദ് റാവുത്തർ അല്പസമയത്തിനുള്ളിൽ നമ്മോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ വയോധികനെ അതിസാഹസികമായാണ് ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയത്. കാൽവഴുതിയാണ് വീണത് എന്നതാണ് സംശയം. തോടിന്റെ ഒരു ഭാഗത്ത് കൈവരിയില്ല എന്ന നാട്ടുകാർ പരാതി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഞാൻ ചോദിച്ചത്, ഫയർഫോഴ്സ് സംഘം അതിസാഹസികമായാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും അതിലൊരു സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഫയർഫോഴ്സിന്റെ ഇടപെടൽ അതേറെ നിർണായകമായിട്ടുണ്ടല്ലേ? പ്രവിധ ഉറപ്പായിട്ടും. കാരണം വലിയ തിരക്കുള്ള സമയമാണ്. തിരക്കുള്ള നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കുള്ള ഒരു പ്രദേശമാണ്. അവിടെയൊക്കെ ഫയർഫോഴ്സ് സമയോചിതമായി എത്തി. മാത്രവുമല്ല, ഈ ആമയിഴഞ്ചാൻ തോട് നമുക്കറിയാം പ്രവിധ, നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആമയിഴഞ്ചാൻ തോട്ടിലെ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ നഗരത്തിലെ ഒരു 90% മാലിന്യവും ഈ തോട്ടിലൂടെയാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആരും ഇതിലേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ചെങ്കൽച്ചോള ഫയർ സ്റ്റേഷനിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങി, അതല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് വലിച്ചുയർത്തി തൊട്ടപ്പുറത്തെ മതിൽ, അത് പുത്തരിക്കണ്ട മൈതാനത്തിന്റെ മതിലാണ്, ആ മതിലും കടന്ന് അവിടെ നിന്ന് അപ്പുറത്തേക്ക് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ആംബുലൻസിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. ഒരുപക്ഷെ ഫോർട്ട് ആശുപത്രിയിലേക്കായിരിക്കാം. നമുക്ക് ദൂരക്കാഴ്ചയിൽ മാത്രമാണ് അത് കാണുന്നത്. നഗരത്തിലെ തിരക്കുള്ളൊരു ഭാഗമാണ്. അവിടേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും വലിയ അപകടം ഒഴിവായി. ആമയിഴഞ്ചാൻ തോടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഘട്ടത്തിൽ ഭയമാണ്. കാരണം നമുക്കറിയാം, ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ ആ ടണലിനപ്പുറം വീണ് അദ്ദേഹം ഈ അടിയൊഴുക്ക് കാരണം ഇതിനും അപ്പുറത്തേക്ക്, അതായത് ഈ തോട് ഇങ്ങനെ ഒഴുകിപ്പോയി നമ്മുടെ പഴവങ്ങാടി ക്ഷേത്രവും കഴിഞ്ഞ ഭാഗത്തേക്കായിരുന്നു, ഏതാണ് വഞ്ചൂര ഭാഗത്തേക്കായിരുന്നു ജോയിയുടെ മൃതദേഹം നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരാൾ വീണു എന്ന് പറയുമ്പോൾ ഈ പ്രദേശം അറിയാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. അത്തരത്തിലൊരു ആശങ്കയുമായിട്ടാണ് നമ്മൾ ഓടി ഈ ഭാഗത്തേക്ക് എത്തിയത്. മദ്യലഹരിയിലായിരുന്നുവെങ്കിലും കാര്യമായ അപകടം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ചില ശ്രദ്ധാക്കുറവ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ അതുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവിധ, ഇത് ഇവിടെ ഒരു വലിയ ഇരുമ്പിന്റെ ഗേജ് ഉണ്ടായിരുന്ന പ്രദേശമാണ്. അതായത് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ്. ആ വഴിയിൽ ഇരുമ്പിന്റെ ഗേജ് ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ ആ ഇരുമ്പിന്റെ ഗേജ് ആരൊക്കെയോ മുറിച്ചെടുത്തുകൊണ്ട് പോയെന്ന് ഇവിടുത്തെ കച്ചവടം ചെയ്യുന്ന സുഹൃത്തുക്കൾ തന്നെ, തൊട്ടപ്പുറത്തൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു നിരീക്ഷണക്കുറവ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ ഇത് സ്ഥാപിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും വീണ് അപകടങ്ങൾ ഉണ്ടാകും. അത് വലിയ അപകടങ്ങളിലേക്കൊക്കെ പോകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ ആഗ്രഹിക്കാൻ കഴിയുന്നത്. ഏതായാലും ആ രീതിയിൽ തലനാടിലേക്ക് ഒരു അപകടം ഉണ്ടായി. ആ അപകടം ഏതാണ്ട് രക്ഷപ്പെട്ടു. നമുക്ക് കുറച്ചുകൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗം കാണാൻ സാധിക്കും. തുടർച്ചയായി ഇത്തരത്തിൽ ആളുകൾ ആമയിഴഞ്ചാൻ തോട്ടിൽ വീഴുന്നു എന്നുള്ളത് ഏറെ ഗൗരവതരമായ കാര്യമാണ്. ഇതിൽ അധികൃതരുടെ ശ്രദ്ധ കൂടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ വയോധികനെ അതിസാഹസികമായാണ് ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയത്. തൊട്ടടുത്ത് തന്നെ ഒരു ബിവറേജസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മദ്യം വാങ്ങി സ്ഥിരമായി ഇവിടെ നിന്ന് മദ്യപിക്കുകയും ഒപ്പം തന്നെ വെള്ളത്തിലേക്ക് വീഴുകയും ഒക്കെ പതിവ് സംഭവമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇദ്ദേഹം കാൽവഴുതി വീണതാണെന്നാണ് സംശയിക്കുന്നത്. ഇപ്പോൾ കാൽവഴുതി വീണ വയോധികനെ ആശുപത്രിയിലേക്ക് ഫയർഫോഴ്സ് സംഘം എത്തി മാറ്റിയിട്ടുമുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.